നമ്മൾ യൂട്യൂബിൽ പല പല റീൽസ് വീഡിയോസ് എല്ലാം കാണുമല്ലോ. അപ്പം ചില ആൾക്കാരൊന്നായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആൾ വേറൊരു ന്യൂസ് അല്ലെങ്കിൽ വേറൊരു റീൽസ് വീഡിയോസ് അങ്ങനെയെല്ലാം ഇങ്ങനെ കണ്ടിട്ട് സ്വയം ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരതും കേൾക്കാതെ ആരതും കാണാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു 30 വർഷം മുന്നേ ഞാനൊരു ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു സൊസൈറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. മേക്കിംഗ് ആൻഡ് സെയിൽ നമ്മൾ കുറച്ച് ലേഡീസ്. അപ്പം നിങ്ങളെ നാട്ടിൽ തന്നെ ഉള്ള ഒരാൾ ഇതേപോലെ പാല് സപ്ലൈ ചെയ്യുന്നുണ്ട്. പാല് സൊസൈറ്റി ഇത് നാച്ചുറൽ നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഇത് മാർക്കറ്റിംഗ് ഒരു വലിയ വിഷയമല്ല, അന്നേരം ഫോണോ യൂട്യൂബോ പരസ്യം ഒന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് ഞങ്ങൾ പാല് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ സംഭവം പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീലേശ്വരത്ത് കുറച്ച് സൊസൈറ്റിയിൽ ഓർഡർ പിടിച്ച് തരാം, അച്ചാറ് പപ്പടം അങ്ങനെ എല്ലാം ഉണ്ട്, ജാമ് സ്ക്വാഷ്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിട്ട്, അതിലൊരു പ്രശ്നം നമ്മളുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കണം. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഇയാളെ കൂടെ പോയി. നമ്മൾ തമ്മിൽ ഭയങ്കര ഇതായിരുന്നു, കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി കുറേ നാളിങ്ങനെ പോയപ്പോൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, കാവ്യമാധവൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കാവ്യമാധവൻ അതാരി എന്ന് വെച്ചു. അന്നേരം കാവ്യമാധവൻ അറിയില്ലേ, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഡാൻസ് ഉണ്ട്, കാണണമെന്ന് വെച്ചു. അന്നേരം എനിക്കങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനെന്നിട്ട് അന്ന് പോയതുമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും സൊസൈറ്റിയിൽ വന്നിട്ട് ഇത് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ, കാവ്യമാധവൻ്റെ വീട്ടിൽ പോകാൻ വിളിച്ചിട്ട് എന്തേ പോവാഞ്ഞേ, ഇങ്ങനെയില്ലാന്നോ. അപ്പം എനിക്ക് പിന്നെ പോകണം തോന്നി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോയി, കാവ്യമാധവൻ്റെ വീട്ടിൽ പോയി. അതായത് നീലേശ്വരം ടൗണിൽ കുറേ ഷോപ്പിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരാൾക്ക് നടന്ന് പോകേണ്ട ഒരു വഴി, അതൊക്കെ ഇപ്പം മാറി. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു പഴയ ഓടിട്ട വീട്, തറവാട്. അപ്പോൾ അവിടെ പോയപ്പം തൊട്ടപ്പുറത്ത് ഹോട്ടലാണ്. അപ്പം ഞാൻ പോകുമ്പോൾ കാണുന്നത് ഈ വീട്ടിൻ്റെ അടുത്തുനിന്ന് വിളിച്ച് പറഞ്ഞാൽ മതിലിൻ്റെ അപ്പുറത്ത് അവർ കേൾക്കും ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങുന്നു. അപ്പം രാജേട്ടനെ കാണുമ്പോൾ അവർ ചിരിച്ചു, ചെറിയ കുട്ടികൾ വിളിച്ചിരിച്ചു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഇതെൻ്റെ നൈബറാന്ന്, ഇങ്ങനെ കൊണ്ടുവന്നു. അതെയാന്ന് വെച്ചു. നാട്ടിൻപുറം. ഓക്കെ. പിന്നെ എനിക്ക് തലമുടിയും ഭയങ്കര സൗന്ദര്യവും സാധാ പോലെ വീട്ടിലുണ്ടായി, നല്ലൊരു ഭംഗിയിൽ. പിന്നെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം കാണാൻ. പിന്നെ ഞാൻ ചില സ്ഥലത്ത് നോക്കുമ്പോൾ കാവ്യമാധവൻ്റെ മറ്റേ തുണിക്കടേൻ്റെ എല്ലാം ഇതിൽ അങ്ങനെ ഞാൻ കാവ്യമാധവനെ കാണാൻ തുടങ്ങി. പിന്നെ സ്ഥിരം അങ്ങനെ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ടിട്ട് വൈറ്റ് ബ്ലൗസും ബ്ലൂ ക്രീമോ അങ്ങനെ എന്തോ ഒരു യൂണിഫോം, നീല പാവാട, നിറച്ച് തലമുടി, ഇടക്കൊറ്റൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് വേറെ കുട്ടികളെ കൂടി ഉണ്ടാവും, അങ്ങനെയൊക്കെ കാണും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോസ്മസ്, മഞ്ഞ കോസ്മസിൻ്റെ കളറ്, നല്ല മഞ്ഞ. അന്ന് അതിന് സറാറ എന്ന് പറയും, ആ ഡ്രസ്സിന് സറാറ. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. നിലത്തിട്ട് വലിക്കുന്ന ഒരു ടൈപ്പ് ഫ്രോക്ക് ഫുള്ള്. ആ ഫ്രോക്കും ഇത്ര കട്ട മുടിയുമായിട്ട് പോന്നു. അപ്പോൾ കുറച്ച് ദിവസം സ്റ്റെപ്പായിട്ട് അങ്ങ് കയറുമല്ലേ. അപ്പം എന്നെയൊന്നും അറിയില്ല, ജസ്റ്റ് അന്ന് കണ്ടു എന്നല്ലാതെ പിന്നെ നമ്മളങ്ങനെ ഡയറക്റ്റ് മിണ്ടുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ തലമുടിയും പിന്നെ എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നുണ്ട്. അച്ഛൻ കൂടിയുണ്ട്, പിന്നെ കുട്ടി കുറച്ച് വലുതാവുമല്ലോ, 9 or 8 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഇതുണ്ട്.
അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ആ മുടി കാണുമ്പോൾ. പിന്നെ ഞാൻ പിന്നെ എൻ്റെ ജോലിയായിട്ട് പിന്നെ വേറൊരു വഴിക്ക് പോയി. അങ്ങനെ ഇപ്പം എനിക്ക് കാവ്യ മാധവനെ കാണുമ്പോൾ അന്നത്തെ ആ ബ്ലൂ കളർ പാവാടിയും ബ്ലൗസും 2 ഭാഗം മുടി പിന്നിയിട്ടതും പിന്നെ ആ പഴയ തറവാട്ടിലേക്ക് വരുന്നതും 10-30 വർഷം മുന്നെയാണ്. പക്ഷെ എനിക്കതെല്ലാം ഭയങ്കര ഓർമ്മയും എന്നിങ്ങനെ പരിചയപ്പെടുത്തിയതും നമ്മളൊന്നും അവരെ പിക്ചറിൽ 7 അയലത്തെ ഇപ്പോഴുണ്ടാവില്ല. പക്ഷേ പിന്നെ കാവ്യേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു STD ബൂത്ത് ഉണ്ടായിരുന്നു, അന്ന് കോയിൻ ഇട്ട് വിളിക്കുന്നത്. അവിടെ ഞാൻ പോയപ്പോൾ അവരും ആ കുട്ടി എന്നോടൊരു ദിവസം ചോദിച്ചു, കാവ്യനെ കാണണമെന്ന്. ഇതെന്തെന്ന് എല്ലാവരും കാവ്യനെ കാണണമെന്ന് ചോദിക്കുന്നു. അന്ന് ഞാൻ വേണ്ട പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഇയാളെ കൂടെ പോകുന്നത്. അപ്പോൾ അവരെല്ലാം ഭയങ്കര കൂട്ടാണ്. പിന്നെ ഇവളെ വീട്ടിലേക്കുള്ള പാല് ഇയാളെ കൊടുക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ ഞാൻ കാവ്യ മാധവൻ്റെ വീട്ടിലും പോയി സംസാരിക്കുകയും ചെയ്തു. ഭയങ്കര ഓർമ്മയിലും ഉണ്ട്. അവരൊക്കെ നമ്മളെ ഉണ്ടാവുമല്ലോ, ഈ പിന്നെ നമ്മളെ നാട്ടിൽ പറയും മുത്തപ്പന എല്ലാവർക്കും അറിയാം, പക്ഷെ മുത്തപ്പനെ തിരിച്ച് എല്ലാവരും അറിയണമെന്നില്ല. അതേപോലെ ഞാൻ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ചില ആൾ ഒരു 7 അയലത്തെ പോവാത്ത ചില കഥകൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാട് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്കും എല്ലാം ഓരോ കഥ പറയാനുണ്ട്. ഞാൻ ഇതിനിടെ എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഫേമസ് ആയ 2 നടിമാരെ കുടുംബത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏറ്റവും അടുത്ത് കണ്ട് സംസാരിച്ച് ആ കുട്ടിക്കാലം കുറേ നാൾ കണ്ട ഒരാളാണ് ഞാൻ. എനിക്ക് ആ നടീനെ ഇഷ്ടം. അപ്പം അത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവമുണ്ട്, പക്ഷെ നമുക്കതൊന്നും പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല. പിന്നെ മറ്റുള്ളവരെ പോലെ എന്തോ ഇല്ലാത്ത കാര്യം അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് വിളിച്ച് പറഞ്ഞ് ആളെ കൂട്ടുന്നതിലും ഭേദം ഉള്ള കാര്യം പറയുന്നതിന് നമുക്കൊരു വേറെ ഒരു സംതൃപ്തിയല്ലേ. അപ്പം ഇത് ഉള്ള കാര്യമാണ്. അന്നേരം നിങ്ങൾ ചോദിക്കും അവരാരി അല്ലെങ്കിൽ നിങ്ങളാരി, അങ്ങനെ ആ ഒരു നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞത്. പേഴ്സണൽ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അടുത്തുണ്ടായ ഒരാൾ ഇത്രയും ഉയരങ്ങളിൽ കലാപരമായിട്ട് എത്തുമ്പം നമുക്കതൊരു അഭിമാനം. അപ്പം അവരായിട്ട് ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അതൊരു സന്തോഷം. ഇപ്പോഴും അവരെ കാണുന്നതും അവരെ ഇൻ്റർവ്യൂസും അവരെ പഴയ ഇൻ്റർവ്യൂസും എല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ പിന്നെ വ്യൂവേഴ്സിനോട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഉള്ള കാര്യം, ഇല്ലാത്തതല്ല, ഉള്ള കാര്യം അത് ഷെയർ ചെയ്തു. അതൊരു സന്തോഷമല്ലേ.